അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി റൈസും ചിക്കൻ ഫ്രൈ ആണ്. ഇപ്പോൾ കപ്സ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളി, പച്ചമുളക്, ഉണക്കനാരങ്ങ, ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, അതായത് മുഴുവൻ മല്ലി, ഓൾ സ്പൈസസ്, കുരുമുളക്, ജീരകം ഒക്കെ ഉണ്ട്. അതും ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. ടൊമാറ്റോ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടർ മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഏകദേശം വഴഞ്ഞൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം ഒരു ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി രീതിയിൽ വഴറ്റി സെറ്റാക്കി എടുക്കാൻ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കപ്സ മസാല ചൂടാക്കി പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അതിട്ടൊന്ന് സെറ്റായി വരട്ടെ. അതിനുശേഷം നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മുളകും, മഞ്ഞൾ, ചിക്കൻ മസാല, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു കോഴിമുട്ട, ഇതൊക്കെ കൂടെ നന്നായി മിക്സ് ചെയ്തൊരു നല്ല രീതിയിൽ ആക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സമാസമം 2 സ്പൂൺ കോൺഫ്ലവറും 2 സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിന് ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് റെഡ് ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കപ്സ റൈസിന് വേണ്ടി റെഡിയാക്കിയ മസാലയാണ്. ഇനി അതിലേക്ക് റൈസിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ്. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതാവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഗാർലിക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഗാർലിക് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കപ്സ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസിൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. അതായത് സോട്ടായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് കേട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കപ്സ റൈസും വിത്ത് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ